വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് 7 സ്റ്റേറ്റുകൾ അല്ലേ, സപ്തപുത്രികൾ. അപ്പോൾ ബംഗ്ലാദേശും ഈയിടെ ചില വീരവാദമൊക്കെ വേണ്ടി വന്നാൽ ഇതിനെ മുറിച്ച് കളയും, ചിക്കൻ നെക്ക് മുറിച്ച് ഇന്ത്യയെ വേർപെടുത്തും, ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തും എന്നൊക്കെ പറഞ്ഞു. അതെ. അതിന് പ്രധാനപ്പെട്ട കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഡെമോഗ്രാഫിയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. നാഗാലാൻഡിൽ ഏതാണ്ട് 98% ക്രൈസ്തവരാണ്. അപ്പോൾ മേഘാലയ ഇവിടെ കുമ്മനം ഗവർണറായിട്ട് ചെന്നപ്പോൾ ഇങ്ങനൊരു ഹിന്ദു ഗവർണറെ പറ്റില്ല എന്ന് ഒരു സംസ്ഥാന സർക്കാർ പറയുന്നു. ഇതൊക്കെ നമ്മുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നടക്കുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഓർഗാനിക്കായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ മുഴുവൻ ഗോത്ര വിഭാഗങ്ങളെ മുഴുവൻ മതം മാറ്റിയെടുത്തിരിക്കുന്നു. ഇതൊരു അപ്രിയ സത്യമാണ്, പക്ഷേ സത്യമാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡ് വിവാദം ഇതുപോലെയുള്ള ഒരുപാട് വർത്തമാനങ്ങളും ചർച്ചകളും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞാനിപ്പോൾ അങ്ങയുടെ പക്കലുള്ള ഏഷ്യ ഹാർവസ്റ്റ് എന്നുള്ള ഒരു ലഘുലേഖ കണ്ടു. അരുണാചൽ പ്രദേശിലുള്ള ഇതുവരെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത 67 ഗോത്ര വിഭാഗങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് പറഞ്ഞ് ഒരു ലഘുലേഖ ഇറക്കി, ഒരു ടൂൾ കിറ്റ് പോലെ അത് കാണിച്ച് മതപരിവർത്തന ശ്രമം നടക്കുന്നു അല്ലേ? അതല്ലേ താങ്കൾ ചോദിച്ചത്? അതൊരു ലഘുലേഖയല്ല, പിന്നെ വളരെയധികം പേജുകളുള്ള ഒരു പുസ്തകമാണ്. വലിയ ലേഖയാണ്, പുസ്തകം തന്നെയാണ്. ഏഷ്യ ഹാർവസ്റ്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. താങ്കൾക്ക് ഞാൻ അതിന്റെ കോപ്പി തരാം. ഇതിനകത്ത് താങ്കൾ സൂചിപ്പിച്ച ഭാരതത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഒന്നാണ് അരുണാചൽ പ്രദേശ്. ഗോത്രവിഭാഗം ഭൂമിശാസ്ത്രപരമായും വളരെ സവിശേഷതയുള്ള, എല്ലാ കാലത്തും ചൈന അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ് അരുണാചൽ പ്രദേശ്. ഈ അരുണാചൽ പ്രദേശ്, മണിപ്പൂര്, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ക്രൈസ്തവവൽക്കരണം വളരെ വ്യാപകമാണ്. അവിടെ എങ്ങനെ കയറിപ്പറ്റാം, ഏതു തരത്തിലൊക്കെ തന്നെ ഇവാഞ്ചലൈസ് ചെയ്തുകൊണ്ട് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഭാരത ഗവൺമെന്റിന്റെ കയ്യിൽ പോലും ഇല്ലാത്ത ഡേറ്റാസൊക്കെ ഉൾപ്പെടെയാണ് ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ കാണിച്ച ഏഷ്യ ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ തന്നെ അവരുടെ ഏകദേശം 67 സ്ഥലങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന തന്ത്രപ്രധാനമായ 67 സ്ഥലങ്ങളിൽ ഏതൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കയറിപ്പറ്റി ഏതൊക്കെ രീതിയിൽ ഇവാഞ്ചലൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഗൈഡാണിത്. ഹാൻഡ് ബുക്കാണ്. ഇതേപോലെ ധാരാളം ഹാൻഡ് ബുക്കുകളുണ്ട്. അതൊരു തന്ത്രമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, 3 കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ക്രൈസ്തവ പുരോഹിതനുമായിട്ടൊരു ചർച്ചയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോടൊരു 3 ചോദ്യം ചോദിക്കും. 1, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ തകർക്കത്തക്ക രീതിയിൽ നിങ്ങൾ മതപ്രചരണം നടത്തുമോ? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇല്ലെന്നായിരിക്കും. രണ്ടാമത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞ സേവനമാണോ ജോലിയാണോ? ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന ജോലിയാണോ സേവനമാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്തായിരിക്കും? സേവനമാണെന്ന് പറയും. മൂന്നാമത് ചോദിക്കുന്നു, നിങ്ങൾ അപരമതങ്ങളെ അല്ലെ ഇതര മതങ്ങളെ മോശമാക്കിക്കൊണ്ടുള്ള പ്രവണതകൾ കാണിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇല്ല എന്നായിരിക്കും ഉറക്കെ പറയും. ഞാനിത് 3ഉം തിരിച്ചാണ് പറയുന്നത്. 2-3 ഉദാഹരണം. ഇപ്പൊ ആദ്യത്തെ തന്നെ ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ കുമ്മനം രാജശേഖരൻ ഗവർണറായി പോയപ്പോൾ സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ നാഗാലാൻഡിലെ പല പ്രദേശങ്ങളിലും ബോർഡുകളുണ്ട്, ഇന്ത്യൻ പട്ടികൾ പുറത്തു പോകുക എന്ന് വെച്ചാൽ എന്താണ്? നാഗാലാൻഡ് ഒരു രാഷ്ട്രമാണ്, ഭാരതം മറ്റൊരു രാഷ്ട്രമാണ്. എന്ന് വെച്ചാൽ നാഗാലാൻഡിൽ നിന്ന് ഭാരതത്തിലേക്ക് വരണമെങ്കിൽ പാസ്പോർട്ടും വിസയും വേണം, അല്ലെ നിങ്ങൾ ഇവിടുന്ന് പൊക്കോളൂ. ഇന്ത്യൻ പട്ടികളാണ് എല്ലാവരും. അതാണ് അവരുടെ നാഗാലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്താണെന്ന് പട്ടികളെയാണ് കഴിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു സമീപനം അവർ കാണിക്കും. എന്ന് വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അഖണ്ഡതയ്ക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനം അവർ ചെയ്യുന്നു. രണ്ടാമത്തെ ഞാനൊരു കാര്യം, സേവനമാണോ തൊഴിലാണോ? ഇപ്പോൾ ABC ന്യൂസിലേക്ക് ഒരു വീഡിയോഗ്രാഫറെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് പരസ്യം ചെയ്യും? എന്താണ് കൊടുക്കുന്നത്? വീഡിയോഗ്രാഫി അറിയാവുന്ന ഒരാൾ വേണം. അതിന് എന്താ ഹെഡിങ് കൊടുക്കുന്നത് ഇംഗ്ലീഷിൽ? വാണ്ടഡ്. ഞാൻ ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടുള്ള ഒരു മാസിക കാണിച്ചുതരാം. ആ മാസികയുടെ പേര് എന്ന് പറഞ്ഞാൽ മിത്ര സമാചാർ. ഇതിന്റെ പ്രധാന പ്രസിദ്ധീകരണം നടക്കുന്ന ചെന്നൈ അണ്ണാശാലയിലാണ്. കേരളത്തിൽ നിന്ന് ഈ പ്രസിദ്ധീകരണം ഇറങ്ങുന്ന കോട്ടയം ജില്ലയിലെ വടവാതൂരിൽ നിന്നാണ്. ഇതിന്റെ അവസാന പേജിൽ വാണ്ടഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആരെയൊക്കെയോ വേണമെന്നാണ്. ഈ വാണ്ടഡിൽ പറഞ്ഞിരിക്കുന്ന ആരെയൊക്കെ? പയനിയർ മിഷണറിമാര്, ചർച്ച് പ്ലാന്റർമാര്. ചർച്ച് പ്ലാന്റർ, ആ വാക്ക് താങ്കൾ ശ്രദ്ധിച്ചു? പള്ളി സ്ഥാപിക്കുന്നവരാണോ? പള്ളി സ്ഥാപിക്കുന്ന സിവിൽ എഞ്ചിനീയർ എന്നല്ല ഉദ്ദേശിച്ചത്. ചർച്ചുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നവർ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചില പ്രദേശങ്ങളിലൊക്കെ കുരിശുകളുണ്ട്. എല്ലാ ആദ്യം ഒരു കുരിശ് വരും, പിന്നെ ഒരു കുരിശ് തൊട്ടി വരും, പിന്നെ ഒരു ഷെഡ് വരും. അതെ. അത്തരത്തിലുള്ള മീഡിയ മിഷണറിമാര്, ചൈൽഡ് ഇവാഞ്ചലിസ്റ്റ്,
ഇത്തരത്തിലുള്ള ആൾക്കാരെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ഇറങ്ങിയ പ്രസിദ്ധീകരണം, വർഷങ്ങളൊന്നും പഴക്കമായിട്ടില്ല, ജൂൺ മാസം ഇറങ്ങിയത്, ഇപ്പോൾ ആഗസ്റ്റ് 2 ഉള്ളൂ, ജൂൺ മാസം ഇറങ്ങിയ പ്രസിദ്ധീകരണത്തിൻ്റെ ബാക്ക് കവർ പരസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അന്നേരം ഇതിനുള്ള പൈസ എവിടുന്ന് കിട്ടുന്നു? എവിടുന്നാണ് കിട്ടുന്നത്? കണക്കില്ലാത്ത പണം കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് മാസത്തിന് മുമ്പ് ഒരു ബിഷപ്പിനെ, ഇന്നലെ ഈ മതപരിവർത്തനത്തിനെതിരെ പ്രതികരിച്ച ഒരു ബിഷപ്പിനെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് 15 ലക്ഷം രൂപ പോയി. 15 ലക്ഷം രൂപ പോയി. എന്താ പറഞ്ഞത്? നരേഷ് ഗോയൽ എന്ന് പറഞ്ഞ ആ വ്യവസായിയുമായിട്ട് അനധികൃത സാമ്പത്തിക ഏർപ്പാടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഏതോ വ്യാജ ഒരു ഐഡിയിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം പേടിച്ച് 15 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞപ്പോൾ ആ പൈസ എവിടുന്ന് അദ്ദേഹം കൊടുത്തു? പൈസ എവിടുന്ന് കൊടുത്തു? പേടിക്കാനുള്ള കാരണം, വഴിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ എന്ന് മലയാളത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പേടിച്ചല്ലോ. പേടിച്ചതിൻ്റെ കാര്യം എന്താണ്? എന്തൊക്കെയോ അനധികൃതമായ ഏർപ്പാടുകൾ ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചിപ്പോൾ വെർച്വൽ അറസ്റ്റാണ്, നരേഷ് ഗോയലുമായിട്ട് ഇടപാടുണ്ടെന്ന് പറയാം. എനിക്ക് ഒരു പൈസ പോലും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതാണ് അവസ്ഥ. അതിന് ആ ഒരു ചോദ്യം, ഞാൻ അനിൽജിയുടെ ഒരു മാന്യതയെ ഞാൻ മാനിക്കും. കാരണം അറിയോ, ആ ബിഷപ്പിന്റെ പേര് പറഞ്ഞില്ല. ഞാൻ പേര് പറഞ്ഞില്ല. പേരെന്തിനാ പറഞ്ഞത്? അദ്ദേഹത്തിന് പബ്ലിസിറ്റി. അടുത്തൊരു കാര്യം, മറ്റ് ഇതര മതങ്ങളെ നിങ്ങൾ മോശമാക്കി. ഇല്ലില്ല, ഞങ്ങൾ കുഞ്ഞാടുകളാണ്, ഞങ്ങൾ യാതൊന്നും പറയത്തില്ല, ആരെയും മോശമാക്കത്തില്ല. ഞാനൊരു കാര്യം, വചനോത്സവം എന്ന് പറയുന്ന അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന ഒരു കാർട്ടൂണാണ്. ശിവലിംഗത്തിനെ മോശമാക്കിക്കൊണ്ട് ഇതിനകത്ത് മേളിൽ പറഞ്ഞിരിക്കുന്ന എന്താ? അന്ധന കാഴ്ച നൽകാനോ ആകുലതയിൽ നിന്ന് ഒരുവനെ വിമുക്തനാക്കാനോ അവയ്ക്ക് വിഗ്രഹങ്ങൾക്ക് സാധിക്കുകയില്ല. മനുഷ്യനിർമ്മിതങ്ങളായ വിഗ്രഹങ്ങൾക്ക് ദൈവത്വം കൽപ്പിച്ച് ആരാധന നടത്തുന്നത് നിഷ്ഫലമാണ്. അതായത് എന്നിട്ട് ശിവലിംഗം കൊടുത്തിട്ട് നാവ് പുറത്തേക്ക് വചനോത്സവം എന്ന് പറയുന്ന ക്രൈസ്തവ പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന. അന്നേരം ഞാൻ നേരത്തെ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളാണ് അവർ തന്നെ അച്ചടിച്ച് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതേപോലെ ക്രിമിനൽ കുറ്റമാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാം ക്രിമിനൽ കുറ്റങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇത് തന്നെയാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ കൂടി, ചൂഷണത്തിൽ കൂടി, പ്രലോഭനത്തിൽ കൂടി, മതനിന്ദയിൽ കൂടി പണം ഒഴുക്കിക്കൊണ്ട് മതപരിവർത്തനം ചെയ്യുന്നതിനെതിരായിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. പക്ഷെ കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP ശക്തമായി കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ BJPക്ക് കേരളത്തിൽ അധികാരത്തിലെത്തുക അല്ലെങ്കിൽ കുറേ സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് BJPക്ക് മാത്രമുള്ള വോട്ടുകൾ സമാഹരിച്ച് സാധ്യമല്ല. അതുകൊണ്ട് സമാന ചിന്താഗതിക്കാരെ കൂടുതലുണ്ടാക്കുക, ഇതര മതസ്ഥരിൽ നിന്ന് വോട്ടർമാരെ ഉണ്ടാക്കുക, അത് വേണ്ടതാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ഒരു പിന്തുണ ഒരു വിഭാഗത്തിൻ്റെയെങ്കിലും വേണമെന്ന് BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കുന്നു. VSPയും BJPയും പരിവാർ കുടുംബത്തിലംഗമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉറക്കെ പറയുന്നത് BJP മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യത്തിന് വിഘാതം ഉണ്ടാക്കില്ലേ? അല്ല, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഞങ്ങളുടെ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആഗോള ഹൈന്ദവ പ്രസ്ഥാനം രൂപീകൃതമായത് ഇക്കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അത് ഞങ്ങൾ പറയും. കേരളീയമായ കാഴ്ചപ്പാടിൽ നല്ല ചിന്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ചിന്തയാണ്. വിശ്വ ഹിന്ദു പരിഷത്താണ് ലോകത്തുള്ള ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ്. അല്ലാതെ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു പോളിസിയും കേരളത്തിനൊരു പോളിസിയും ഇന്ത്യക്ക് ഒരു പോളിസിയും ഇല്ല. ഈ ലോകത്തെമ്പാടുമുള്ള ഹിന്ദുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരൊറ്റ പോളിസിയെ വിശ്വ ഹിന്ദു പരിഷത്തിനുള്ളൂ. ആ പോളിസി അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന വർത്തമാനങ്ങൾ BJP ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റത്തിന് വിഘാതം ഉണ്ടാക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അത് ഞാൻ ചോദിച്ചോട്ടെ, ഈ ദേശീയ കാഴ്ചപ്പാടോട് കൂടി ചിന്തിക്കുന്ന ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മനസ്സിലാവും ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവരും അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളും ഒക്കെ കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് തന്നെ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ ഒക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ആൾക്കാരും BJPക്ക് ചിലപ്പോൾ വോട്ട് ചെയ്തിരിക്കാം. ഇത് കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയമായൊരു മാറ്റത്തിനെ അല്ലെങ്കിൽ BJPയിലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അടുക്കുന്നതിനെതിരായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിവാദം തന്നെയാണിത്. ഈ കേരളത്തിലെ നമ്മൾ വാളയാർ ചുരം അങ്ങോട്ട് കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ മനുഷ്യർക്ക് പോലും അറിയത്തേ ഇല്ല. ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിവരങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കന്മാർ എതിരാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഈ മതപരിവർത്തനത്തിനെതിരാണ്. ആരാണ് അനുകൂലം? ഒരു പഞ്ചായത്ത് മെമ്പറേലും കാണിക്കാൻ പോകും. അവർക്ക് കേരളത്തിന് വെളിയിൽ കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ ജനതാദളിൻ്റെയോ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഈ കന്യാസ്ത്രീകൾ കാണിച്ചത് ശരിയാണെന്ന് പറയാൻ CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വെളിയിലോട്ട് പോയ പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, ഈ ദാരിദ്ര്യം, ജാതീയമായ വിവേചനം,
ഇതൊക്കെ മതപരിവർത്തനത്തിന് കാരണമാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി VSP എന്ത് ചെയ്യുന്നുണ്ട്? VSP ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സേവാ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനു വേണ്ടിയുള്ള ഫണ്ടിങ് നടക്കുന്നുണ്ട്. ജോഷുവ മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്താ ഈ പെന്തക്കോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ താങ്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്താ പെൻഡ എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താ 5 കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കടൽ തീരങ്ങൾ. 5 കടൽ തീരങ്ങൾ. ലോകത്തുള്ള 5 ഭൂഖണ്ഡങ്ങളിലേക്ക് മതപരിവർത്തനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പിറകിലുള്ള ഫുൾ ഫോം. ഞാൻ ആലോചിക്കാത്തൊരു കാര്യമാണ്, ഇതുവരെ ആലോചിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചു. പ്രൊഫസർ എബ്രഹാം കോശി തലക്കൽ എന്ന് പറഞ്ഞ ഒരാൾ എഴുതി. ഈ മതനിന്ദയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശിവലിംഗത്തിൽ എത്രമാത്രം മോശമായ ഇന്റർപ്രിട്ടേഷനുകളാണെന്ന് ഇവർ കൊടുക്കുന്നത്. ആര്യവേദാന്തത്തിലെ ക്രിസ്തു എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ആര്യവേദാന്തത്തിലെ ക്രിസ്തുവിനകത്ത് ഈ ഭാരതത്തിലെ എല്ലാ നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ അവരുടേതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഗായത്രി മന്ത്രത്തിൽ ഒരു വരി ഞാൻ പറയാം. ഭർഗോ ദേവസ്യ ധീമഹി. ദേവസ്യ ഞങ്ങളുടെ ആളാണ്, നിങ്ങളുടെ അല്ല. എത്ര നിന്ദ്യമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവർ ചിന്തിച്ചിരിക്കുന്നത് ഭാരതീയ സുവിശേഷവൽക്കരണമാണ് ഇപ്പോൾ ലക്ഷ്യം. ഭാരതത്തിലെ സനാതന സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ കൊണ്ട് മുമ്പിൽ നിർത്തിക്കൊണ്ട് ചെയ്താൽ വിജയകരമാകുമെന്ന രീതിയിലാണ് അവർ പോകുന്നത്. ഇപ്പൊ അമ്പലങ്ങളിലെ രാവിലത്തെ നമ്മുടെ അമ്പലങ്ങളിലെ സുപ്രഭാതമുണ്ട്. അതിന് സമാന സ്വഭാവമായിട്ടുള്ള ക്രൈസ്തവ സുപ്രഭാതത്തിന്റെ വന്നു. പാരഡി എന്ന് പറയാം, അല്ല സമാനമായത്. അതെ അതെ. തമിഴ്നാട്ടിലൊക്കെ മുരുകനെ പോലെ മയിലിന്റെ പുറത്തിരിക്കുന്ന യേശുദേവന്റെ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങൾ. അതാണ് ഭാരതീയ സുവിശേഷവൽക്കരണമാണ്. ഇങ്ങനെ സർവ്വ മേഖലകളിലും ഇത്തരത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പണമൊഴുക്കിക്കൊണ്ട് ബുദ്ധിപൂർവമായി കടന്നു കയറാനുള്ള ആസൂത്രിതവും അന്താരാഷ്ട്ര തലത്തിലുള്ള ഫണ്ടിങ്ങിന്റെ. വിശ്വ ഹിന്ദു പരിഷത്ത് സേവനത്തിനെ പറ്റി താങ്കൾ ചോദിച്ചല്ലോ. ലക്ഷക്കണക്കിന് സേവാ പ്രോജക്റ്റുകളുണ്ട്. കേരളത്തിൽ പോലും 11 വിദ്യാലയങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇന്നു വരെ സൂചന കിട്ടിയിട്ടുണ്ടോ? 11 വിദ്യാലയങ്ങൾ, ആദിവാസി 11 അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ 100 കണക്കിന് വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളൊരു പരസ്യവും ചെയ്യാറില്ല, ഒരു പബ്ലിസിറ്റിയും വേണ്ട. ഇതേപോലെ തന്നെ ഈ ഉത്തരേന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ ഏകൽ വിദ്യാലയങ്ങൾ, സംസ്കാരശാലകൾ പോലും ഉണ്ട്, സംസ്കാരശാലകൾ ഇതൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ആരുടെ അടുത്തോട്ട് പോയിട്ട് നിർബന്ധപൂർവ്വം. എന്നിട്ടും എന്ത് ഈ ആസൂത്രിതമായ ഈ മതപരിവർത്തനത്തെ ചെറുക്കാൻ കഴിയുന്നില്ല? ഫലപ്രദമായിട്ട് ചെറുക്കപ്പെടുന്നുണ്ട് പല പ്രദേശങ്ങളിലും. ചെറുക്കുമ്പോഴാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ. എല്ലാ ദിവസവും ഇവരുണ്ടാകുന്നുണ്ട്. ഇന്ന് രാജസ്ഥാനിൽ ഒരു മലയാളി പെന്തക്കോസ്തുകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ മതപരിവർത്തനത്തിന്. ഇന്നലെ മദർ തെരേസ, നിങ്ങളുടെ ചാനൽ പോലും പുറത്തുവിട്ടു, മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപിക 3 വയസ്സുകാരുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു. നമ്മുടെ ചാനൽ മാത്രമാണ് പുറത്തുവിട്ടത്. അത് ആ വാർത്തയില്ലേ? എന്തുകൊണ്ട് വരുന്നില്ല പുറത്തേക്ക്? ഇതാണ് ഇപ്പോൾ ഇത് വിവാദമായി. ഈ 2 മലയാളി കന്യാസ്ത്രീകളായതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത പുറത്തു വന്നത്. ബാക്കി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ധാരാളം സംഭവങ്ങൾ നടക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ, ഛത്തീസ്ഗഡ് സർക്കാർ നിലപാട് മയപ്പെടുത്തി അവർക്ക് ജാമ്യം കിട്ടിക്കോട്ടെ എന്ന് നിലപാടെടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അവരെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞു. കസ്റ്റഡിയിൽ വേണം എന്ന് പറഞ്ഞാലാണ് ജാമ്യത്തിൽ വിടുന്നതിന് തടസ്സം വരുന്നത്. കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ബെയിൽ കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് ധ്വനി. അത് ഒരു ശരിയായ നടപടിയാണ്. സാധാരണ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അത് തന്നെയാണ്. നമ്മളുടെ ഈ ജാമ്യ വ്യവസ്ഥകളിൽ ചില ഉദാര സമീപനങ്ങൾ നമ്മുടെ നിയമത്തിൽ തന്നെ പരമ്പരാഗതമായ രീതിയിൽ പറയുന്നുണ്ട്. സ്ത്രീകളൊക്കെ പ്രതികളാകുന്ന കേസുകളാണെങ്കിൽ ലിബറലായ ആറ്റിറ്റ്യൂഡ് എടുക്കണമെന്നുള്ളതാണ്. ഇപ്പൊ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, അന്വേഷണത്തിന് സഹകരിക്കണം എന്നൊക്കെ സാധാരണഗതിയിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ നിയമമുണ്ട്. ബെയിൽ ഈസ് എ റൈറ്റ്, നോട്ട് ജയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജയിലിൽ ഇടുക എന്നുള്ളതല്ല, ജാമ്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാന രാജ്യത്തെ നിയമവ്യവസ്ഥ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളായി അവർക്ക് ജാമ്യം കിട്ടി. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, BJPയുടെ ഒരു MP വിളിച്ച് ജഡ്ജിയോട് പറയോ ജാമ്യം കൊടുക്കണമെന്ന്? അല്ല, അമിത്ഷാ പറയോ? അമിത്ഷായ്ക്ക് പറയാനൊക്കത്തില്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇവിടുത്തെ ഇങ്ങനെ പറയുന്നതല്ല, ഇവിടുത്തെ രാഷ്ട്രീയ ഗിമ്മിക്കുകളുടെ ഭാഗമായിട്ട് ഇപ്രകാരം അടുത്ത ആവശ്യം വന്നിട്ടുണ്ട്. കേസ് റദ്ദാക്കണം, FIR പറഞ്ഞിരിക്കുന്നത്. എപ്രകാരം സാധിക്കുമെന്ന് നോക്കണം, വരട്ടെ, കാണാം. ഏതായാലും എനിക്ക് തോന്നുന്നത് ഇത് ഈ VSP ഇപ്പോൾ നടത്തുന്ന ഈ ആശയപ്രചാരണം, ഇപ്പം നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ VSP വന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതൊരു ക്യാമ്പയിനായിട്ട് തുടർന്ന് കൊണ്ടുപോകും.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം ഉൾപ്പെടെ ഞങ്ങളുടെ ഒറ്റ നിലപാടേ ഉള്ളൂ. രാജ്യത്തിലെ ഒരു ഐക്യരൂപ്യമുള്ള മതനിരോധന നിയമം ഉണ്ടാകണം. ഭാരതത്തിലെമ്പാടുമുള്ള എല്ലാ പൗരരും മതം മാറ്റ നിരോധന നിയമം ഉണ്ടാകണം. യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകണം രാജ്യത്ത്. ഇത് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം തന്നെയാണ്. കേരളത്തിലും പ്രചരണം നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് മതപ്രചരണ സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മതപരിവർത്തന സ്വാതന്ത്ര്യമൊന്നും ആർക്കും ഒരു ഭരണഘടനയിലും എഴുതി വെച്ചിട്ടില്ല. അനുവദിക്കാൻ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കും. നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ തിരിച്ചെന്ന് ചോദിക്കുകയാണ്. എന്തേ ഈ ഭാരതത്തിലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഭാരതത്തിൽ നിന്നാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ തന്നെ ആ വിഭാഗങ്ങളിലേക്ക്, ആ മേഖലകളിലേക്ക് ഈ കുഞ്ഞാടുകൾ എന്താണ് പോകാത്തത്? ജോസഫ് മാഷിന്റെ ഓർമ്മകൾ വരുന്നതുകൊണ്ടാണ്. അന്നേരം ഒക്കെ നടത്തുന്ന അണഞ്ഞടം കുഴിക്കുക എന്ന് പറയുന്ന പരിപാടിയായിട്ട് ഇറങ്ങിയാൽ ഇത്തരത്തിലുള്ള പ്രതികരണ നടപടികൾ എവിടെ നിന്നാണെങ്കിലും കിട്ടും. അത് സ്വാഭാവികമായ പ്രതികരണമാണ്. ഏതായാലും ഒരുപാട് പേർക്ക് അപ്രിയകരമായ കാര്യമാണ് പറയുന്നത്. പക്ഷെ സത്യമാണെങ്കിൽ പറയാതിരിക്കാനും വയ്യ. അതെ, നമ്മുടെ ഒരു ചൊല്ലുണ്ടല്ലോ, സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ. സത്യവും പറയാം, പ്രിയവും പറയാം. പക്ഷെ അസത്യങ്ങളും അപ്രിയങ്ങളും ഒക്കെ കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അത് തന്നെയാണ് നടക്കുന്നത്. ഈ മതപരിവർത്തനം എല്ലാ മേഖലകളിലും തന്ത്രങ്ങളും ബുദ്ധിയും ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ലോകത്തിനെ സുവിശേഷവൽക്കരിക്കുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഇവർ പറയുന്നത്. അന്നേരം അവർ പറയും ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ട്, ഞങ്ങളെ ഉള്ളു സേവനം ചെയ്യാൻ. ഹിന്ദുക്കൾ ജാതി ഉണ്ട്, അത് മാറ്റേണ്ടതുകൊണ്ടാണ്. ഇതൊക്കെ ഇവർക്കും ബാധകമാണ്. ക്രൈസ്തവരിലും മുസ്ലിങ്ങളിലും ഒക്കെ ധാരാളം ജാതികളുണ്ട്. ഇവർ തമ്മിൽ തല്ലുകയല്ലേ. മുമ്പോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന വേണം, പുറകോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന വേണമെന്ന് ഒരു സഭയ്ക്കകത്ത് കിടന്ന് തല്ലുന്നവരെ യോജിപ്പിക്കാനൊക്കുന്നില്ല. ലോകത്തുള്ള കുഞ്ഞാടുകളെ എല്ലാം യോജിപ്പിക്കണം. ഇവരെല്ലാ സഭകളൂടെ കൂട്ടി യോജിപ്പിച്ച് ലോകത്തൊറ്റ സഭ ഉണ്ടാക്കട്ടെ. അതെ, ഇതിന്റെ അതൊന്നും ആവശ്യമില്ലല്ലോ. വത്തിക്കാനിലെ പ്രതിനിധി വന്നാൽ അയാളുടെ മേലെ കുപ്പി എറിഞ്ഞ സംസാരം ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ട്. പിന്നെ എങ്ങനെ വെക്കും? അതൊക്കെ പറയുമ്പോൾ അവർക്ക് പിടിക്കത്തില്ല. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.